വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ക്ഷേമ പെൻഷന്റെ ആദ്യത്തെ ഘട്ട വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ബാങ്ക് അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ പല മേഖലകളിലും പലർക്കും ആനുകൂല്യത്തിന്റെ ഒരു ഗഡു ലഭിക്കാതെ ഇരിക്കുകയും ചെയ്ത സാഹചര്യത്തിലൊക്കെ 3200 രൂപയാണ് ഓണക്കാലത്ത് സർക്കാർ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, കൈകളിലും പല മേഖലകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ ഉണ്ട്. ഈ ധനസഹായ വിതരണം എല്ലാം പൂർണ്ണതോതിൽ ഇന്നു മുതൽ ആരംഭിക്കും. ആനുകൂല്യം മുടങ്ങിയവർക്ക് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. വലിയൊരു സഹായമായിട്ട് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. പല മേഖലകളിലേക്കും ജീവനക്കാർ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഓണ അവധി ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പല മേഖലകളിലും വിതരണം തടസ്സപ്പെട്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നുണ്ട്. 7 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കാണ്. അതും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർ. ഇവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ 300 അല്ലെങ്കിൽ 200 രൂപ അല്ലെങ്കിൽ 500 ഒക്കെ ധനസഹായം ലഭിക്കും. 2 മാസത്തെ ആനുകൂല്യം മുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ലഭിക്കുവാനുള്ളപ്പോൾ ഇതിന്റെ ഇരട്ടിയോളം തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുവാനുണ്ട്. അപ്പോൾ ഈ ഒരു ആനുകൂല്യം ഓണത്തിനോട് അനുബന്ധിച്ച് ചിലർക്ക് മാത്രമേ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായിരുന്നത്. കുറച്ചു പേർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമായിട്ടില്ല. ഇതിന്റെ എല്ലാം വിതരണം ഇന്നു മുതൽ തന്നെ വീണ്ടും ആരംഭിക്കുകയാണ്. സഹായം ലഭിക്കാതിരുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്കുള്ള വിതരണം ഇന്നു മുതൽ തന്നെ പ്രോസസ് ചെയ്യും. ആനുകൂല്യം അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്രയും വേഗം തന്നെ എത്തിച്ചേരുന്നതും ആയിരിക്കും. കഴിഞ്ഞ ഓണത്തിന് എത്തിച്ചേരുന്നത് പോലെ തന്നെ വലിയൊരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുക മാറിയിരിക്കുന്നത്. കാരണം 3200 രൂപ തികച്ച് ഇപ്പോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി ഇങ്ങനെ ഇപ്പോൾ ഇല്ലാത്ത പലരുമുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കുറഞ്ഞു വന്നിട്ടുള്ളവർ, അവർക്ക് ഇനി ലഭിക്കുവാനുള്ളത് ഇന്നു മുതൽ അവരുടെ ആനുകൂല്യവും ലഭ്യമായി തുടങ്ങും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ AY അതോടൊപ്പം തന്നെ BL റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് ഇന്നു മുതൽ സർക്കാർ ആരംഭിക്കുകയാണ്. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റേഷൻ കാർഡുമായി എത്തിച്ചേർന്നാണ് മസ്റ്ററിംഗ് നിർവഹിക്കേണ്ടത്. നമ്മുടെ റേഷൻ കാർഡ്, ആധാർ കാർഡിനോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. വളരെ വൈകാതെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വിവിധ ധനസഹായ പദ്ധതികൾ, ചികിത്സാ സഹായങ്ങൾ, അതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, പ്രസവ ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതിനുശേഷം നിശ്ചിത പ്രായപരിധി കഴിയുന്നവർക്ക് മാസം തോറും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ ഉണ്ടാകും. ക്ഷേമനിധി ബോർഡ് മറ്റേതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവർക്ക് മാത്രം ഇതിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.